ഈ KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ വലിയ ഒരു ചർച്ചകൾ നടക്കുകയാണ്. കെ സുധാകരൻ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ആൻ്റണിയെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുരളീധരൻ എത്തണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ വലിയ ചർച്ചകൾ നടക്കുക. ഏതായാലും മാറ്റം ഉടൻ ഉണ്ടാകും. ആൻ്റണിക്കാണ് ചാൻസ് കൂടുതലെന്നാണ് പറയുന്നത്. അടൂർ പ്രകാശ് അടക്കമുള്ളവർ ഇത് പ്രതീക്ഷിച്ച് നിൽക്കുന്നുമുണ്ട്. അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ പറയുന്നത് കെ സുധാകരനെ നമ്മൾ കാണുന്ന സാധാരണക്കാർ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസുഖമില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഓർമ്മക്കുറവില്ല, ഒന്നുമില്ല. ഇനി കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയാമായിരിക്കും. എങ്കിൽ പോലും അദ്ദേഹം ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡിനെ കണ്ടു, അവിടുന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു പോകുന്നു. അദ്ദേഹം പറയുന്നു, എന്നോട് മാറാൻ പറഞ്ഞിട്ടില്ല. അതിനി അവർക്ക് പറയാനുള്ള ഭയം കൊണ്ടാണോ എന്ന് എനിക്കറിയാം. ഇവിടെ വന്ന് അദ്ദേഹം ആന്റണിയെ കാണാൻ പോയി. എന്നെ മൂലയ്ക്കിരുത്താൻ ചിലർ ശ്രമിക്കുന്നു. എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 9 വർഷമായി 10ാം വർഷത്തിലേക്ക് കിടക്കുന്നു. ഈ പിണറായി മന്ത്രിസഭ അല്ലെങ്കിൽ LDF മന്ത്രിസഭ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് കേരളത്തിൽ ദ്രോഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു പ്രതീക്ഷ UDFും BJPക്കും കുറേ സീറ്റ് കിട്ടും. അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കുമ്പോൾ UDF ഇങ്ങനെ എരിഞ്ഞു തീരുക, കത്തിത്തീരുക, അകത്ത് പടലപ്പിണക്കം, ആഭ്യന്തര യുദ്ധം, ഇത് ശരിയാണോ എന്ന് കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, അങ്കണവാടി സ്കൂളിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആലോചിക്കണം. ഒരു യുവ നേതാവ് പറയുകയാണ്, കോൺഗ്രസിന് ഒരു ഭാഗ്യമുണ്ട്, യുവതലമുറയിലെ 10 20 നേതാക്കളുണ്ട്, വളരെ ശക്തരായ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കളുണ്ട്. ഈ താപ്പാനകളുണ്ട്, ഈ താപ്പാനകൾ ഒന്ന് മാറണമെന്നാണ് സാധാരണ കോൺഗ്രസ്സുകാർ ആലോചിക്കുന്നത്. ഇനി സുധാകരനിലേക്ക് വന്നാൽ, അദ്ദേഹം കണ്ണൂര് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ കെട്ടിപ്പടുത്തതിൽ ഒരാളാണ്. അത്രയും ശക്തനായ ഒരു നേതാവ് കോൺഗ്രസിൽ കേരളത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ എന്തിനും മാറ്റണം. അദ്ദേഹത്തോടുള്ള ചില വ്യക്തിവൈരാഗ്യങ്ങൾ, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം മാത്രമല്ല, അദ്ദേഹം പറയുന്നു എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. പിന്നെ പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ നേരിടാൻ തീർച്ചയായിട്ടും അതിശക്തനായ കെ സുധാകരനെ പറ്റൂ. ഇവിടെ VD സതീശൻ നിയമസഭയിൽ കിടന്ന് പലതും പറയുന്നുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം ഈ ഭരണകൂടത്തിനെതിരെ എന്താണ് ചെയ്യുന്നത്? നിയമസഭയിൽ വാദപ്രതിവാദങ്ങൾ നടത്തും. നിയമസഭയിൽ പോലും മാത്യു കുഴൽനാടൻ ചെയ്യുന്നതിന്റെ 10 പോലും ചെയ്യുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് തന്നെ തോന്നുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ സംസാരിക്കുന്നു. ഇവര് പഴയ രാഷ്ട്രീയക്കാരായതുകൊണ്ട് ഭായി ബന്ധം കാണും. എന്നാൽ കുഴൽനാടനോ യുവതലമുറയിൽ നിന്ന് വന്നവർക്കും അതില്ല. അവര് വളരെ ശക്തമായിട്ട് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. അതെ, ഇപ്പോ KPCC പ്രസിഡന്റായിട്ട് എന്താണ് ആന്റണി എന്ന് പറയുന്നത്, അല്ലെ റോജി M. ജോണിനെ കുറിച്ച് പറയുന്നത് കേട്ടു, സണ്ണി ജോസഫിനെ കുറിച്ച് പറയുന്നു. എനിക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നിയൊരു കാര്യം, അവർ കത്തോലിക്കരാണ് എന്നുള്ളതാണ് അതിന് നിലപാടുന്നത്. എന്തൊരു ഫൂളിഷ്നെസ് ആണ്. കത്തോലിക്കർക്ക് പ്രാതിനിധ്യം കൊടുത്താൽ കത്തോലിക്ക സഭയുടെ വോട്ട് മുഴുവൻ കിട്ടും. KPCC പ്രസിഡന്റായിട്ട് ഒരു കത്തോലിക്കൻ വന്നാൽ ഇവിടുത്തെ കത്തോലിക്കരെല്ലാം വോട്ട് ചെയ്യുന്നതാണ്. ഞാനൊരു മതവിശ്വാസി അല്ലെങ്കിൽ ഞാൻ കാത്തലിക് കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ സഹോദരങ്ങളും എൻ്റെ ബന്ധുക്കളും എല്ലാം കാത്തലിക് വിശ്വാസികളാണ്. അവരൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ആന്റണി വന്നാൽ വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. എന്തൊരു മണ്ടത്തരമാണ് ഇത്. ആരുടെയൊക്കെയോ പാഴ്ബുദ്ധിയിൽ ഉദിച്ച ഒരാശയമാണ്. ഇത് കോൺഗ്രസിനെ നശിപ്പിക്കുകയുള്ളൂ, ഒരിക്കലും നന്നാക്കില്ല. അത് മാത്രമല്ല, മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വോട്ട് ബെൽറ്റ് എന്ന് പറയുന്നത് ഈഴവ സമുദായമായി. അതെ, പക്ഷേ ഇപ്പോൾ അത് ചിതറിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം CPM-ന്റെ ഈ ന്യൂനപക്ഷ പ്രീണനവും മറ്റും വന്നതിന് ശേഷം ഈ ഈഴവ വോട്ടുകൾ ബൾക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് BJP ഒരു സൈഡിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ സുധാകരൻ ഒരു ഈഴവ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഒരു പരിധിവരെ കോൺഗ്രസിനും അത് ഒരു ഗുണം ചെയ്യുമെന്നാണ്. ഇത് ബിനു, ഞാനൊരു കാര്യം പറയാം. ഇവിടെ SNDP വോട്ടുകൾ CPM-നായിരുന്നു കൂടുതൽ. CPM ഈ പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം നടത്തിയപ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അവർ കൂടുതലും BJP-യിലേക്ക് പോയി. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ പെട്ടെന്ന് ന്യൂനപക്ഷത്തിനെതിരായി. അത് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുക. പക്ഷെ അതുകൊണ്ട് ഈ പോയ വോട്ടുകൾ തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം,
എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ KPCC പ്രസിഡന്റായിട്ട് ഏതെങ്കിലും കത്തോലിക്കൻ വരണമെന്ന് പറയുന്നതെന്ന് അറിയാം? ഇവിടെ മുനമ്പം വിഷയത്തിലും അല്ലെങ്കിൽ വഖഫ് വിഷയത്തിലുമൊക്കെ സർക്കാരുകൾ BJP അനുകൂല നിലപാടെടുത്തപ്പോൾ, ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാണ് എന്നൊരു തോന്നൽ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ കൂടുതൽ BJPയിലേക്ക് പോകുമോ എന്നൊരു സംശയം വരുന്നു. ഒരു സംശയം. ആ വോട്ട് ചോർന്നു പോകുന്നുണ്ടോന്ന് ഈ കോൺഗ്രസിനൊരു സംശയം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നത്. ഇത് മണ്ടത്തരമാണ്. ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സേവിക്കുന്ന നല്ല പ്രതിനിധികൾ വന്നാൽ ജനങ്ങൾ അതിലേക്ക് വരും. അല്ലാതെ ജാതി നോക്കിയോ മതം നോക്കിയോ വരുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കരുത്. പിന്നെ ഇപ്പം തീയ സമുദായത്തിൽ നിന്നാണ് സുധാകരൻ. അങ്ങനെ ഉണ്ടെങ്കിൽ SNDPയും തീയ സമുദായം എന്ന് പറഞ്ഞ ഒന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഈഴവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി സുധാകരനെ തന്നെ തുടരുകയല്ലേ വേണ്ടത്? സുധാകരൻ തുടരുകയല്ലേ വേണ്ടത്? അപ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മറ്റൊരു കത്തോലിക്കിനെ നിർത്തുന്നു പറഞ്ഞാൽ ഇവരുടെ മണ്ടത്തരമാണ്. പിന്നെ ഇനി ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്, മാറ്റണമെങ്കിൽ K മുരളീധരനെ തിരിച്ചു കൊണ്ടുവരണം. തീർച്ചയായിട്ടും അദ്ദേഹം KPCC പ്രസിഡന്റായിട്ടിരുന്ന് കഴിവ് തെളിയിച്ച ആളാണ്. അതെ. പിന്നെ ഒരിക്കൽ വന്നു, പിന്നെ അദ്ദേഹം പാർട്ടി മാറി, പിന്നെ അദ്ദേഹം അത് രാജിവെച്ചിട്ട് മന്ത്രിയാകാൻ പോയി. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ കൂടിയാണ്. രക്തസാക്ഷിയായ മനുഷ്യന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ കണ്ടിട്ടുണ്ടോ? എതിർ കക്ഷികളെ അമ്പെയ്ത് വീഴ്ത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയോട് കൂറ് പുലർത്തുന്ന, അതായത് ഒരു സുരക്ഷിത മണ്ഡലം ഉണ്ടായിരുന്നു വട്ടിയൂർക്കാവ്. അവിടെ നിന്ന് അദ്ദേഹം വടകര പോകാൻ പറഞ്ഞപ്പോൾ വടകര പോയി. എന്നിട്ട് അന്ന് നേമത്ത് മത്സരിക്കണം, BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കണമെന്ന് പറഞ്ഞ് നേമത്തേക്ക് ആദ്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു. ഉമ്മൻചാണ്ടി വീട്ടിൻ്റെ മുകളിൽ ഒരാളെ കയറ്റി ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി. ചെന്നിത്തല അത് കേട്ടമട്ട് കാണിച്ചില്ല. പക്ഷേ അവിടെ വന്ന് ശിവൻകുട്ടിക്കെതിരെ നിന്നു. അവസാനം ശിവൻകുട്ടി ജയിക്കുകയും 3ാം സ്ഥാനത്ത് പോകേണ്ടിരുന്ന ശിവൻകുട്ടി ജയിക്കുക അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു. പിന്നെ സംഭവിച്ചത് തൃശ്ശൂർ കൊണ്ടുവന്ന് സുരേഷ് ഗോപിക്കെതിരെ നിർത്തി. ഇത്തരത്തിൽ അദ്ദേഹം പാർട്ടി പറയുന്നത് അക്ഷരം പ്രതി പാലിക്കും ഒരു രക്തസാക്ഷി പരിവേഷമാണ് അദ്ദേഹം. മുരളീധരൻ്റെ ആ തോറ്റു കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. ഞാൻ വടകരയിൽ നിന്ന് പോരുതായിരുന്നു. ശരിയല്ലേ? അതെ, കറക്റ്റാ. പോരാൻ പാടില്ലായിരുന്നു. വടകരയിൽ നിന്നാൽ അദ്ദേഹം ജയിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ നിന്നും പോയിട്ടുള്ള ഹൈക്കമാൻഡിലുള്ളവരുടെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി K മുരളീധരൻ ഒരിക്കലായിരുന്നു, ഇനി വേണ്ട. ഏറ്റവും നല്ല KPCC പ്രസിഡന്റ് ആകാൻ പറ്റിയ ആളല്ലേ അടൂർ പ്രകാശ്? ഇത്രയും ജനസമ്മതിയുള്ള, മനസ്സിലായോ? അതായത് ഇനി വരുന്ന ഇലക്ഷനുമൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ക്യാമ്പയിനിങ് നടത്താനും വോട്ട് പിടിക്കാനും ഒക്കെ മിടുക്കനല്ലേ? എവിടെയാണ് ആന്റോ ആന്റണിക്ക് അതിനുള്ള പവറുണ്ടോ? ആന്റോ ആന്റണി ഒന്നും നല്ലൊരു നേതാവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സണ്ണി ജോസഫ് ആയാലും, സണ്ണി ജോസഫ് അവിടെ DCC പ്രസിഡന്റൊക്കെ ആയിരുന്നു. പക്ഷേ കേരളത്തിൽ മൊത്തം ഒരു കൊടുങ്കാറ്റായി വീശാൻ പറ്റിയ ആളല്ല. അത് സുധാകരൻ ഇനി മാറണം. ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ മുരളീധരനോ അടൂർ പ്രകാശുമാണ് അതിന് അനുയോജ്യൻ എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പലരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ വിശ്വാസം. ഈ പലപ്പോഴും ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ K മുരളീധരനെയോ അടൂർ പ്രകാശിനെയോ അടക്കമുള്ള ശക്തമായ ഒരു വൈബ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കരിസ്മയുള്ള അത്തരത്തിലുള്ള നേതാക്കളെ കൊണ്ടുവരേണ്ടതാണ് ഏറ്റവും അനിവാര്യം. നമ്മൾ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാൻ 100 പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും പ്രതിപക്ഷം അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. രണ്ടാമത് അവരുടെ ഉള്ളിൽ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അവരെന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. ശരിയല്ലേ? അതെ. ഇപ്പോ BJP പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് പറയുന്നത്. കേരളത്തിൽ പെട്ടെന്ന് അത് സാധ്യമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിൻ്റെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ചിന്തയും വികാരവും ഒക്കെ കോൺഗ്രസിനോടുണ്ട്. അപ്പോൾ അടുത്ത തവണ ഒരു അധികാരം പിടിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ട് ഇവരിങ്ങനെ തൊഴുത്തിൽ കുത്തി നടത്തുമ്പോൾ ജനങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? ജനങ്ങൾ എത്ര പേര് പറയുന്നു കോൺഗ്രസ് രക്ഷയില്ല കേട്ടോ, പിണറായി വരട്ടെ, കേരളം നശിക്കട്ടെ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരെ ഞാൻ കണ്ടു. ഇപ്പം ഞാൻ ഈ ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നതാണ് ഇതുപോലുള്ള വിഷയങ്ങൾ. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധി തെളിയാൻ വേണ്ടി സാധാരണ ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയാനേ ഇപ്പോൾ പറ്റും.